ശങ്കുട്ടിദാസ്, യമനിൽ നമ്മൾ ഈ യമൻ യുദ്ധകാലത്തൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. അവിടെ നഴ്സുമാരെയൊക്കെ തിരികെ എത്തിക്കുന്നതിൽ വലിയ ഇടപെടൽ VK സിംഗിൻ്റെ നേതൃത്വത്തിലൊക്കെ നടന്നത് നമ്മുടെ മുന്നിലുള്ള കാഴ്ചയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം കുറെ കൂടി സങ്കീർണമാണ്. സ്വാഭാവികമായും തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ ആ സമൂഹത്തിൽ, ആ യമൻ പൗരന് ആ സമൂഹം കൽപ്പിക്കപ്പെടുന്ന വലിയ പ്രാധാന്യം, ഒപ്പം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം വളരെ കൃത്യമായ നയതന്ത്ര ഇടപെടൽ നമ്മൾ നടത്തി വരികയാണ്, ഭാരതം നടത്തി വരികയാണ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഇടപെടലുകളാണ് നടന്നു വരുന്നത്. അതിൽ എന്തൊക്കെയാണ് എടുത്തു പറയാവുന്ന കാര്യങ്ങൾ? കാരണം നയതന്ത്ര ബന്ധം നമുക്ക് സാധ്യമല്ലാത്ത ഒരു രാജ്യമാണ്. അവിടേക്ക് ട്രാവൽ ബാൻ ഉൾപ്പെടെ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഭാരതം ഈ അവസ്ഥയെ അഭിമുഖീകരിക്കുന്നത്? നോക്കൂ, ഒരു വിദേശ രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധേയമായിട്ടുള്ള അല്ലെങ്കിൽ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരയെ രക്ഷിക്കുക എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ്, കടമയാണ്. ആ നിലയിൽ രാജ്യത്തിന് സാധ്യമായിട്ടുള്ള മുഴുവൻ ഇടപെടലുകളും നമ്മൾ ഈ കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് മലയാള മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ന് കേന്ദ്ര സർക്കാർ തന്നെ അഭിപ്രായപ്പെട്ടത് കേരളത്തിൽ നടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണങ്ങൾ യമനിൽ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ അബ്ദുൽ തലാലിന്റെ കുടുംബത്തിൽ ഉൾപ്പെടെ അവരെ ഭയങ്കരമായിട്ട് ആന്റഗണൈസ് ചെയ്യുന്ന തരത്തിൽ ഈ തലാലിനെ വളരെ മോശക്കാരനായിട്ടുള്ള, എന്തുകൊണ്ടും കൊല്ലപ്പെടാൻ യോഗ്യനായിരുന്ന, മയക്കുമരുന്നിന് അടിമയായിരുന്ന ഒരു വളരെ മോശം മനുഷ്യൻ എന്നുള്ള രീതിയിലൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നതും നിമിഷപ്രിയയുടെ ഇന്നസെൻസിനെ സംബന്ധിച്ച് എന്താ പറയുക, വല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നതും ഒക്കെ അവിടെ യഥാർത്ഥത്തിൽ ആ കുടുംബത്തെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു പ്രോസസ്സിനെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ അവിടുത്തെ എല്ലാ കോടതികളും ശിക്ഷ വിധിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ ദിയാമണി അല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലഡ് മണി കൊടുത്തിട്ട് അവരെ രക്ഷപ്പെടുത്തുക എന്നൊരു ഓപ്ഷൻ മാത്രം അവശേഷിക്കുന്ന സാഹചര്യത്തിൽ അത് സ്വീകരിക്കാൻ ആ കുടുംബം തയ്യാറാവാൻ വേണ്ടി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ശ്രമങ്ങളും പരിശ്രമങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ട് ആ കൊല്ലപ്പെട്ടിട്ടുള്ള ആളെ പറ്റി വളരെ മോശമായിട്ടുള്ള കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ നടത്തുന്ന ചർച്ചകൾ അത് യമനിൽ വലിയ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ പരസ്യ പ്രതികരണങ്ങൾക്ക് മുതിരരുത്. ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം, നമുക്ക് അനുകൂലമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ ഈ വിഷയത്തിൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള സൈലൻസ് കീപ്പ് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായമായിട്ട് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളത്. അപ്പൊ ആ കാര്യത്തിൽ ഈ കാര്യത്തിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. ഇവിടെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഇവിടെ എല്ലാവരും ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഒന്ന്, യമന്റെ ആഭ്യന്തരമായിട്ടുള്ള സാഹചര്യം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. 2, നിമിഷപ്രിയ ഉൾപ്പെട്ടിട്ടുള്ള ഈ കേസിന്റെ ഫാക്ട്സിനെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ കേസിനെ എങ്ങനെയാണ് യമനിലെ നിയമം പരിഗണിക്കുന്നത് എന്ന് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പിന്നീട് ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ഗോത്ര സഭകൾ, ഈ പറയുന്ന ട്രൈബൽ കൗൺസിൽസ്, ഉർഫുകൾ, ഇവരുടെ അധികാരങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രൊസീഡിങ്സിലൊന്നും ഈ പറയുന്ന ചിത്രത്തിലുള്ള പല ആളുകൾക്കും ഇടപെടാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് കരുതിയിട്ട് അവരുടെ ഇടപെടൽ ആവശ്യമില്ല എന്നുള്ളതല്ല. അവരുടെ ഇടപെടൽ ഒരു പക്ഷെ അടുത്ത ഘട്ടത്തിലായിരിക്കും ആവശ്യം വരിക. ആ ഘട്ടം ആവുന്നതിന് മുൻപേ തന്നെ നമ്മൾ വളരെ അമിതാവേശം കാണിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് സ്വന്തം ഭാവനയിൽ നിന്ന് വാർത്തകൾ നിർമ്മിച്ച് അത് പ്രചരിപ്പിക്കുന്നതും എല്ലാം യഥാർത്ഥത്തിൽ കേസിനെ ഗുണപരമായിട്ടല്ല, ആ കേസിന് ദോഷകരമായിട്ടാണ്. ഇന്നിപ്പോ നോക്കൂ, ആ കുടുംബത്തിലെ ഒരു അംഗം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്രയും കാലം അവർ ഈ കാര്യത്തെ പറ്റി പരസ്യമായിട്ട് പ്രതികരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അവരുടെ മേലെ വന്നിട്ടുള്ള പ്രഷറാണ്. കാരണം എന്താ, ഇന്നലേക്ക് കേരളത്തിൽ വന്നിട്ടുള്ള വാർത്ത, കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറായി, നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള വഴി ഒരുങ്ങുന്നു, ഏത് നിമിഷവും മോചിക്കപ്പെടും എന്നാണ്. ഇത് വരുമ്പോ എന്താ സംഭവിക്കുക വെച്ചാൽ, അവിടുത്തെ ഈ പറയുന്ന ട്രൈബൽ കൗൺസിലുകൾ, ഈ അൽ മഹദി എന്ന് പറയുന്ന ട്രൈബൽ കൗൺസിലുകൾ ഈ കുടുംബത്തിന്റെ മുകളിൽ പ്രഷർ എക്സേർട്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇവരെ മോചിപ്പിക്കാൻ തയ്യാറായത്? നിങ്ങൾ പണം മേടിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടോ? അങ്ങനെ പണം മേടിച്ച് ഇവരെ മോചിപ്പിച്ചാൽ ഇവർക്ക് പിന്നെ അവിടെ ജീവനോടെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. അപ്പോ സ്വന്തം സുരക്ഷിതത്വം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ആ കുടുംബം ഇപ്പൊ വന്നിട്ട് ഞങ്ങൾ ഒരു നിലയ്ക്കും ഇവർക്ക് മോചനം കൊടുക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ കേരളത്തിലുള്ള മാധ്യമങ്ങൾ കാണിക്കുന്ന അമിതാവേശം കേസിനെ മോശമായിട്ടാണ് ബാധിക്കുന്നത്. നോക്കൂ, കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ഇടപെടലുകളെ സംബന്ധിച്ച് പറയാൻ നമുക്ക് പരിമിതിയുണ്ട്. നമ്മൾ പല തരത്തിലുള്ള ബാക്ക്ഡോർ ആയിട്ടുള്ള നെഗോസിയേഷൻസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് പൊതുവേദികളിൽ പറയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ യമൻ എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണകൂടമുള്ള രാജ്യമല്ല. നയതന്ത്രപരമായിട്ടുള്ള ഇടപെടൽ നടത്താൻ അവിടെ ഒരു നയതന്ത്ര കാര്യാലയം പോലും നമുക്ക് നിലവിൽ പ്രവർത്തിക്കുന്നില്ല.
14 ശേഷം 2015 മാർച്ചോടുകൂടി ഒരു ഫുൾ ബ്ലോൺ ആയിട്ടുള്ള സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് യമൻ. നമ്മൾ ആ സമയത്ത് ഇന്ത്യയുടെ മുഴുവൻ പൗരന്മാരെയും, നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, 4600 ഇന്ത്യൻ പൗരന്മാരെയാണ് ഓപ്പറേഷൻ റാഹത്ത് എന്ന് പറയുന്ന ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തത്. ഇന്ത്യൻ പൗരന്മാരെ മാത്രമല്ല, ഏതാണ്ട് 1000 വിദേശ പൗരന്മാരെ കൂടി, 41 രാജ്യങ്ങളിൽ നിന്നുള്ള 960 വിദേശ പൗരന്മാരെ കൂടി നമ്മൾ ആ സമയത്ത് ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇന്ത്യ നടത്തിയിട്ടുള്ള നയതന്ത്ര ഇടപെടൽ കൊണ്ട് ഒരേ സമയം സൗദിയും ഇറാനും ഒരു ഘട്ടത്തിൽ സീസ്ഫയർ പ്രഖ്യാപിക്കുകയും ഇന്ത്യയുടെ സിവിലിയൻസ് ആയിട്ടുള്ള, ഇന്ത്യയുടെ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു സേഫ് പാസേജ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാർട്ടോഡ് ആയിട്ടുള്ള സിവിൽ വാർ കൊണ്ട് കലഹിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോലും ഇന്ത്യക്ക് അവരുടെ നയതന്ത്രപരമായിട്ടുള്ള ചാനൽസ് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചാനൽസ് എന്താ നമ്മൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ പിന്നീട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. ഇവരുടെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിലിന്റെ ഉള്ളിലായിക്കോട്ടെ, ഇവരുടെ പ്രസിഡൻഷ്യൽ കൗൺസിലിന്റെ ഉള്ളിലായിക്കോട്ടെ, ഇന്ത്യയുടെ പ്രോ ഇന്ത്യൻ സെന്റിമെന്റ്സ് ഉള്ള നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നമ്മുടെ ആളുകളുണ്ട്. പക്ഷെ ആ പേരുകളൊന്നും നമുക്ക് ഒരു ഘട്ടത്തിലും വെളിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള സാഹചര്യമാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ യമനിലുള്ള അവിടുത്തെ ഒരു ആഭ്യന്തര സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ക്യാപിറ്റൽ ഓഫ് സന, ഈ ക്യാപിറ്റൽ അവിടെ എന്താ പറയാ, ഹാദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ്, അബ്ദുറബൽ ഹാദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് 2014 വരെ ഉണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ഈ ഹൗത്തി റിബലുകളുടെ നേതൃത്വത്തിൽ, അബ്ദുള്ള അൽ സലയുടെ നേതൃത്വത്തിലുള്ള ഹൗത്തി റിബലുകൾ വലിയ ആക്രമണം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഇറാന്റെ പ്രദേശങ്ങൾ മുഴുവൻ ഇവർ പിടിച്ചടക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഈ സല കൊല്ലപ്പെട്ടതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ സലയുടെ ആളുകളും ഈ ഹൗത്തികളും തമ്മിൽ തന്നെ സംഘർഷം ഉണ്ടായി. 2017 മുതൽ ബാറ്റിൽ ഓഫ് സന എന്നുള്ള പേരിൽ ഈ വിമതന്മാർക്കിടയിൽ തന്നെ 2 ഗ്രൂപ്പുകളായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള കലാപം ഉണ്ടായി. നിലവിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 3,77,000 ആളുകൾ ഡയറക്റ്റ് ഹിറ്റിൽ യമനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 1,50,000 ആളുകൾ ഇൻഡയറക്റ്റ് ഹിറ്റിൽ യമനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 4 മില്യൺ ആളുകൾ, അതായത് 40 ലക്ഷം മനുഷ്യർ അവർ താമസിക്കുന്ന സ്ഥലത്ത് ഒഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതായത് ഒരു ആഭ്യന്തര യുദ്ധം കൊണ്ട് 5.5 ലക്ഷം ആൾക്കാർ മരിച്ചു കിടക്കുന്ന, 40 ലക്ഷം ആൾക്കാർ പലായനം ചെയ്തൊരു സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ഒരു ജീവന് വേണ്ടി വില പേശിക്കൊണ്ടിരിക്കുന്നത്. ഈ ജീവന്റെ വില ഇവർക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലായിക്കോളും എന്നത് നമുക്ക് വാദിക്കാൻ സാധിക്കില്ല. രണ്ട്, ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള സംഭവം, അവിടുത്തെ യമനിലെ പ്രത്യേക നിയമം, ശരിയായ നിയമം എങ്ങനെയാണ് ഈ ഡിസ്ഫിഗർമെന്റ് ഓഫ് ബോഡി എന്ന് പറയുന്ന ആസ്പെക്ടിനെ കാണുന്നത്. ഇത് കൊലപാതകം മാത്രമല്ല, മർഡർ എന്ന് പറയുന്നത് ഒരു ഒഫൻസ് ആണ്, ശരിയാണ്. പക്ഷെ മർഡറിന് മറ്റ് പലതരത്തിലുള്ള ന്യായീകരണങ്ങളുണ്ട്. സെൽഫ് ഡിഫൻസിന്റെ പേരിലുള്ള മർഡർ ആണെങ്കിൽ നമുക്കത് ചിലപ്പോൾ അതിനെ പാഠം ചെയ്യാൻ സാധിക്കും. കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടി അല്ലാതെ ചെയ്തിട്ടുള്ള കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ മരിച്ചതിന് ശേഷം ഈ ശരീരത്തെ പല കഷ്ണങ്ങളായി മുറിച്ച് അത് ഡിസ്പോസ് ചെയ്തു എന്ന് പറയുന്നത് യമനി നിയമം വളരെ ഒരു കുറ്റകൃത്യമായി കാണുന്ന, വളരെ ഒരു ഹീനമായിട്ടുള്ള കുറ്റകൃത്യമായി കാണുന്ന ഒരു സംഭവമാണ്. കാരണം ഇവർ ഈ ആഫ്റ്റർ ലൈഫിൽ വിശ്വസിക്കുന്ന ആളുകളായതുകൊണ്ട് ഈ ബോഡി ഇൻടാക്ട് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സ്വർഗനരകങ്ങളിലുള്ള വിശ്വാസങ്ങളിലെല്ലാം ഈ ശരീരം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ മരണാനന്തരം ഈ ശരീരം കഷ്ണങ്ങളാക്കി മുറിച്ചു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യഘട്ടത്തിൽ യമനിലെ പത്രങ്ങളിലെല്ലാം വാർത്ത വന്നത് ഇന്ത്യൻ വനിത ഭർത്താവായിട്ടുള്ള യമനി പൗരനെ കൊന്ന് കഷ്ണങ്ങളാക്കി ശരീരം ഡിസ്പോസ് ചെയ്തു എന്നാണ്. കാരണം ഇദ്ദേഹം അവിടെ കൊടുത്തിരുന്ന ഒരു പ്രചരണം നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്നും ഞങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുകയാണെന്നുള്ളത് വരുന്നു. അപ്പോ യമനി പൗരനെ കല്യാണം കഴിച്ചിട്ടുള്ള ഇന്ത്യൻ വനിത ഭർത്താവിന് കൊന്ന് കഷ്ണങ്ങളാക്കി എന്നുള്ളതാണ്. അവിടെ വലിയൊരു പബ്ലിക് ഔട്ട്റീച്ച്, പബ്ലിക് ആങ്കർ ഉണ്ടാക്കിയുള്ള ഒരു വിഷയം അത്. നമ്മുടെ നാട്ടിലെ ഈ ഗോവിന്ദസ്വാമി സൗമ്യ കേസൊക്കെ പോലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടാക്കിയുള്ള കേസാണ്. ആ കേസിൽ നിമിഷപ്രിയയുടെ ബ്രെഡിന് വേണ്ടിയിട്ട് യമനിൽ വലിയ കൂട്ടാഹ്വാനങ്ങളും അവിടെ വലിയ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പബ്ലിക് സെന്റിമെന്റ് ഇൻവോൾവ് ആയിട്ടുള്ള കേസിൽ നമ്മൾ അതില് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള, നമ്മൾ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സാണ് പറയുന്നത്. നമ്മൾ ഇന്നസെൻസിനെ പറ്റി പറയുന്നില്ല. നമ്മൾ പറയുന്നത് ഫെയർ ട്രയൽ കിട്ടിയിട്ടില്ല, അവർക്ക് അവിടെ നടന്നിട്ടുള്ള വിചാരണ മുഴുവൻ അറബിയിലായിരുന്നു, അവർക്ക് അവരുടെ ഭാഗം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, അവര് യഥാർത്ഥത്തിലുള്ള ഡോക്യുമെന്റ്സ് വായിച്ചിട്ടല്ല അതിൽ ഒപ്പിട്ടിട്ടുള്ളത്, ഇവരുടെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് ഫോഴ്സ്ലി എക്സ്ട്രാക്റ്റഡ് ആണ്, തുടങ്ങിയിട്ടുള്ള ടെക്നിക്കൽ ഗ്രൗണ്ട്സ് ആണ്, ഫെയർ ട്രയൽ അല്ല എന്നുള്ളതാണ്. അതല്ലാതെ നിമിഷപ്രിയ നിരപരാധിയാണെന്നും ഈ പറയുന്ന തലാൽ അൽ മെഹദി എന്തുകൊണ്ടും കൊല്ലപ്പെടാൻ യോഗ്യനായിരുന്ന ഒരാളാണെന്നുള്ള വാദം നമുക്ക് അവിടെ ഉന്നയിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ആ കേസിനെ ഭയങ്കരമായിട്ട് ദോഷകരമായിട്ടാണ് ബാധിക്കുക. അവിടുത്തെ ട്രയലിൽ ആദ്യത്തെ 2018 കോടതി ശിക്ഷിച്ച്, 2020 വീണ്ടും അപ്പീൽ കോടതി ശിക്ഷിച്ച്, 2022 അവിടുത്തെ നാഷണൽ ജുഡീഷ്യൽ കൗൺസിൽ എന്ന് പറയുന്ന സുപ്രീം കോടതി ശിക്ഷിച്ച്, 2024 ഡിസംബർ ആയപ്പോഴേക്ക് അവിടുത്തെ നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള റാഷിദ് അൽ ആലിമി ഈ ദയാഹർജി തള്ളിയിട്ടുള്ള ഒരു കേസിൽ നമ്മൾ നടത്തുന്നത് വളരെ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള
ഒരു മനുഷ്യന്റെ ജീവൻ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വളരെ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലാണ്. ആ ഇടപെടല് അവിടുത്തെ നിയമം എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏറ്റവും അവസാനത്തെ പ്രധാനമായ കാര്യം ഈ പറഞ്ഞ പോലെ ട്രൈബൽ നിയമങ്ങൾ. അവിടുത്തെ ഈ അൽ മഹദി എന്ന് പറയുന്ന വിഭാഗം അത് തങ്ങളുടെ ഗോത്രത്തിന് നേരെ നടത്തുന്ന ഒരു അതിക്രമമായിട്ട്, ഒരു അഭിമാന പ്രശ്നമായിട്ടുമാണ് അവരത് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഒരു നിലയ്ക്ക് ഇവരെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് നമുക്ക് ഈ പറയുന്ന ആളുകളുടെ ആവശ്യമുള്ളത്. ഇപ്പോ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് ജനറൽ മറ്റേ വെങ്കട്ടരമണ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ അവിടുത്തെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഷെയ്ഖിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിലിലെ അംഗമായിട്ടുള്ള, പറയുമ്പോൾ അവിടെ ഷിയ ഭരണകൂടമാണെങ്കിൽ പോലും ഷിയ ഭരണകൂടത്തോടും ടേംസ് സംസാരിക്കാൻ ശേഷിയുള്ള സൂഫി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഷെയ്ഖിന്റെ സഹായം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പല ആളുകളെയും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഞാനാണിത് മുഴുവൻ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരു അവകാശവാദം ഒരുപക്ഷെ വളരെ നെഗറ്റീവായി ഈ കേസിൽ പ്രതിഫലിച്ചേക്കാം.